മുമ്പായി ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ശാസ്ത്രോക്തമായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കപ്പെട്ടു. ഇതിനിടയിൽ അപ്രതിരോധ്യമായ ഒരവേശത്താൽ പ്രേരിതനായി ഭരതൻ നേരെ കൗസല്യയുടെയും സുമിത്രയുടെയും വസതിയിലേക്ക് ചെന്നു. അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു: അമ്മമാരെ, അരുത്, അച്ഛനെ ദഹിപ്പിക്കുന്ന ചിതയിൽ ചാടി നിങ്ങൾ ആത്മാഹുതി ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനു വേണ്ടിയുള്ള അവസാന കർമ്മങ്ങൾ ചെയ്യുകയില്ല. അവർ അങ്ങനെ ചെയ്യുകയില്ലെന്ന വാഗ്ദത്തം ഭരതൻ അവരിൽ നിന്നും നേടി. അദ്ദേഹത്തിന്റെ സ്നേഹവും ഭക്തിയും അവരുടെ ഹൃദയത്തിൽ ദൃഢമുദ്രതമായി. അവർക്ക് അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിക്കാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു: മകനേ, ഞങ്ങൾ നിന്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കാം. അനന്തരം പിതൃജടം സരയൂനദിയുടെ കരയിൽ തയ്യാർ ചെയ്തിരുന്ന ചന്ദനചിതയിൽ കൊണ്ടുപോയി വെച്ചു. വേദങ്ങളിൽ വസിഷ്ഠൻ മുൻകൂട്ടി കണ്ടതിലും പ്രതീക്ഷിച്ചതിലും 1000 മടങ്ങ് വിശ്വാസം സംശയരഹിതമായി തെളിയിച്ചുകൊണ്ട് ഭരതൻ ശേഷക്രിയകൾ ഔചിത്യനിഷ്ഠയാൽ നീതമായ ശരിയായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കുകയുണ്ടായി. അച്ഛന്റെ പേരിൽ ധർമ്മമായി ശാസ്ത്രോക്തമായ 16 സാധനങ്ങൾ ധാരാളമായി ദാനം ചെയ്തു. പശുക്കൾ, നിലങ്ങൾ, സ്വർണം, ഗൃഹങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം, കുതിരകൾ, ആനകൾ, നാണയങ്ങൾ തുടങ്ങിയ വിലയുള്ള വസ്തുക്കൾ കൊടുക്കുകയുണ്ടായി. ദാനം കിട്ടിയവർ അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയെയും പിതൃഭക്തിയെയും അളവറ്റു പുകഴ്ത്തുകയുണ്ടായി. പക്ഷേ സാമന്തരാജാക്കന്മാർ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, സാധാരണക്കാർ എന്നിവർക്ക് രാമന്റെ അസാന്നിധ്യവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ആ വ്യസനം അവരുടെ ഹൃദയത്തെ കരഞ്ഞുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും ആ വിരഹത്തിന്റെ വേദന ശല്യപ്പെടുത്തുകൊണ്ടിരുന്നു. തങ്ങൾ നിസ്സഹായരാണെന്ന് അവർക്കറിയാമായിരുന്നു. അതിനൊരു പോംവഴിയുണ്ടായിരുന്നില്ല. രാമൻ ഒരിക്കലും പ്രതിജ്ഞയ്ക്കെതിരായി പ്രവർത്തിക്കുകയില്ല. പ്രേരണ ഏതുരൂപത്തിലുള്ളതായാലും അദ്ദേഹം തിരിച്ചുവരികയില്ല. അവർക്ക് ആ വസ്തുത സ്വീകരിക്കേണ്ടതായി വന്നു. അതുകൊണ്ട് അവർ ഈ പ്രാണവേദന സഹിക്കുന്നതിനായി ഹൃദയത്തിന് കാഠിന്യം കൂട്ടി. നാടുകടത്തൽ ശിക്ഷയുടെ അവധി കഴിയുന്നതുവരെ കാത്തപ്പോൾ സന്തോഷിക്കാമെന്ന് കരുതി ജീവിതം തുടർന്നു പോകാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ കുലഗുരു വസിഷ്ഠൻ പ്രഭുക്കന്മാർ, സാമന്തന്മാർ, മന്ത്രിമാർ, മഹർഷിമാർ, സന്യാസിമാർ, സാമ്രാജ്യത്തിലെ ജ്ഞാനികൾ, ജനനേതാക്കന്മാർ എന്നിവരെയെല്ലാം ക്ഷണിച്ച് ഒരു കാര്യാലോചനായോഗം കൂടി. ആദ്യമായി അദ്ദേഹം ധർമ്മശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് ഭരണാധികാരികളുടെ കടമകളെയും ബാധ്യതകളെയും സംബന്ധിച്ച് ഒരു ഉപദേശം നടത്തി. കൈകേയിയുടെ ഗൂഢതന്ത്രം മുതൽ രാമന്റെ വനയാത്ര വരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും സംബന്ധിച്ച് ശരിയായ വിവരണം നടത്തി. അനന്തരം അന്തരിച്ച ചക്രവർത്തിയുടെ ഉത്കൃഷ്ട ഗുണങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചു. അദ്ദേഹത്തിന്റെ സത്യസന്ധത, സ്വഭാവത്തിന്റെ ഉന്നത നിലവാരം, ആത്മീയസിദ്ധികൾ, രാജകീയ ഗാംഭീര്യം, വൈദികാനുശാസനങ്ങളോടുള്ള ഭക്തി തുടങ്ങിയവ അസംഖ്യം, യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും അതുപോലെയുള്ള വൈദിക കർമ്മങ്ങളുടെയും ഉദാരനായ പുരസ്കർത്താവായിരുന്നു അദ്ദേഹം. വസിഷ്ഠൻ ചക്രവർത്തി രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനെടുത്ത നടപടികളെയും അവയ്ക്ക് നേരിട്ട പ്രതിബന്ധങ്ങളെയും വിവരിച്ചു. ഇതിന്റെ ഫലമായാണ് രാമന്റെ വനഗമനമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ പ്രിയങ്കരനായ പുത്രന്റെ വിരഹം കൊണ്ടുള്ള ദുഃഖം സഹിക്കാനാവാതെയാണ് ചക്രവർത്തിയുടെ ചരമവും ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. കുലഗുരു വിവരിച്ച തലസ്ഥാന നഗരിയിലെ ദുരന്ത സംഭവവികാസങ്ങൾ അറിഞ്ഞിട്ടില്ലാതിരുന്ന ഭരതനും ശത്രുഘ്നനും ഇപ്പോൾ ഗുരുമുഖത്തുനിന്നും അവ അറിഞ്ഞപ്പോൾ വർദ്ധിച്ച രോഷവും ശോകവും ലജ്ജയുമുണ്ടായി. അവർ അധോമുഖരായി. അവരുടെ ഹൃദയം പശ്ചാത്താപപൂർണമായി. അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർധാരയായി ഒഴുകി. അവരുടെ മുമ്പിൽ സമ്മേളിച്ചിരുന്നവർക്ക് അവരുടെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല. വസിഷ്ഠൻ പോലും നീറുന്ന കണ്ണുകൾ തുടച്ചു. സഭാതലം മുഴുവൻ മ്ലാനമായി. സമ്മേളനത്തിലാകെ നിശബ്ദത പരന്നു. സദസ്സിലുള്ളവരെല്ലാം ശിലാപ്രതിമകളെപ്പോലെ നിലകൊണ്ടു. വസിഷ്ഠന്റെ പ്രതിപാദനം തുടർന്നു കേൾക്കാൻ ഭരതനും ശത്രുഘ്നനും കഴിഞ്ഞില്ല. കൈകേയിയുടെ പരമദുഷ്ടമായ പ്രവൃത്തിയെപ്പറ്റി അവർ അതിരറ്റവിധം കോപാവിഷ്ടരായി. ഇത്തരക്കാരിയ ഒരമ്മയിൽ ജനിക്കേണ്ടിവന്നുവല്ലോ എന്ന് ഭരതൻ സ്വയം ശപിച്ചു. കഴിഞ്ഞ ജന്മങ്ങളിലെ തന്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളെപ്പറ്റി അദ്ദേഹം വളരെ ലജ്ജിച്ചു. അദ്ദേഹത്തിന് തലയുയർത്തുവാനോ ആരുടെയും മുഖത്തു നോക്കാനോ സാധിച്ചില്ല. സഭാതലം വിട്ടുപോകാൻ അവർ ഉത്കണ്ഠ കാണിച്ചു. വസിഷ്ഠൻ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി. സമാശ്വാസവാക്കുകളുമായി അവരെ സമീപിച്ചു. മകനേ, അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങളോർത്ത് കരഞ്ഞിട്ടു കാര്യമില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയട്ടെ, നിന്റെ അച്ഛൻ സർവ്വഥാ ഭാഗ്യവാനായിരുന്നു. എന്തിനാണദ്ദേഹത്തെപ്പറ്റി ദുഃഖിക്കുന്നത്? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കൂ. ഈ സാമ്രാജ്യം ഭരിക്കാനുള്ള അധികാരം അദ്ദേഹം നിനക്ക് നൽകിയിരിക്കുന്നു. ഈ ദാനം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ആജ്ഞ ആദരിക്കണമെന്നതാണ് ശരിയായിട്ടുള്ളത്. താൻ കൊടുത്തുപോയ വാക്കിനെതിരായി പ്രവർത്തിക്കുവാനാവാത്തതുകൊണ്ടാണ് നിന്റെ അച്ഛൻ രാമനിൽ നിന്നും വേറിട്ടു നിൽക്കാൻ സമ്മതിച്ചത്. രാമനോട് അതിയായ സ്നേഹവാത്സല്യമുള്ളതുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്തു.
താൻ ചെയ്ത വാഗ്ദത്തത്തിന് പരിഹാരമായി അദ്ദേഹം മരണം സ്വീകരിച്ചു. അതിനെപ്പറ്റി ഒരു സംശയവുമില്ല. ഒരിക്കൽ കൊടുത്ത വാക്ക് നിറവേറ്റുകയാണ് ജീവനേക്കാൾ കൂടുതൽ വിലപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം വാക്ക് മാറുന്നതിനു പകരം മരണത്തെ അഭിമുഖീകരിക്കാൻ തന്നെ സന്നദ്ധനായത്. ആലോചിക്കൂ, രാമൻ പത്നിയോടുകൂടി കാട്ടിലേക്ക് നാടുകടത്തപ്പെട്ട നിലയിൽ പോയത് അച്ഛന്റെ വാഗ്ദത്തം ആദരിക്കുവാനായിരുന്നു. വാഗ്ദത്തം നിറവേറ്റുന്നതിനായി എന്തു ത്യാഗത്തിനും തയ്യാറായിരുന്നു ഇക്ഷ്വാകുകുലവംശത്തിലെ ഓരോ അംഗവുമെന്നത് ആ രാജവംശത്തിന്റെ പ്രഭാവമാണ്. നിനക്കു പള്ളതാണ് ഈ രാജ്യം. പിതാവിന്റെ വാക്കിനനുസരിച്ച് നീയും ഇപ്പോൾ പ്രവർത്തിക്കുകയും ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം. ആ ജോലിയിൽ നിനക്കെല്ലാ ശുഭങ്ങളുമുണ്ടാവട്ടെ. നിന്റെ എല്ലാ ഉദ്യമത്തിലും വിജയവും ക്ഷേമവും കൈവരട്ടെ. നിന്നോടെനിക്കുള്ള വാത്സല്യവും കരുണാർദ്രതയും കാരണമായിട്ടാണ് ഞാനിപ്രകാരം ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വമ്പിച്ച ഉത്തരവാദിത്വം നിന്റെ ചുമലിൽ ഞാൻ അർപ്പിക്കുമായിരുന്നില്ല. അച്ഛന്റെ സൽപ്പേര് നിലനിർത്താൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് ഭരണത്തിനാവശ്യമായ അദ്ദേഹം വളരെ ലജ്ജിച്ചു. അദ്ദേഹത്തിന് തലയുയർത്തുവാനോ ആരുടെയും മുഖത്തു നോക്കാനോ സാധിച്ചില്ല. സഭാതലം വിട്ടുപോകാൻ അവർ ഉൽക്കടം കാണിച്ചു. വസിഷ്ഠൻ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി. സമാശ്വാസവാക്കുകളുമായി അവരെ സമീപിച്ചു. മകനേ, അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങളോർത്ത് കരഞ്ഞിട്ടു കാര്യമില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയട്ടെ, നിന്റെ അച്ഛൻ സർവ്വഥാ ഭാഗ്യവാനായിരുന്നു. എന്തിനാണ് അദ്ദേഹത്തെപ്പറ്റി ദുഃഖിക്കുന്നത്? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കൂ. ഈ സാമ്രാജ്യം ഭരിക്കാനുള്ള അധികാരം അദ്ദേഹം നിനക്ക് നൽകിയിരിക്കുന്നു. ഈ ദാനം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ആജ്ഞ ആദരിക്കണമെന്നതാണ് ശരിയായിട്ടുള്ളത്. താൻ കൊടുത്തുപോയ വാക്കിനെതിരായി പ്രവർത്തിക്കുവാനാവാത്തതുകൊണ്ടാണ് നിന്റെ അച്ഛൻ രാമനിൽ നിന്നും വേറിട്ടു നിൽക്കാൻ സമ്മതിച്ചത്. രാമനോട് അതിയായ സ്നേഹവാത്സല്യമുള്ളതുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. താൻ ചെയ്ത വാഗ്ദത്തത്തിന് പരിഹാരമായി അദ്ദേഹം മരണം സ്വീകരിച്ചു. അതിനെപ്പറ്റി ഒരു സംശയവുമില്ല. ഒരിക്കൽ കൊടുത്ത വാക്ക് നിറവേറ്റുകയാണ് ജീവനേക്കാൾ കൂടുതൽ വിലപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം വാക്കുമാറുന്നതിനു പകരം മരണത്തെ അഭിമുഖീകരിക്കാൻ തന്നെ സന്നദ്ധനായത്. ആലോചിക്കൂ, രാമൻ പത്നിയോടുകൂടി കാട്ടിലേക്ക് നാടുകടത്തപ്പെട്ട നിലയിലു പോയത് അച്ഛന്റെ വാഗ്ദത്തം ആദരിക്കുവാനായിരുന്നു. വാഗ്ദത്തം നിറവേറ്റുന്നതിനായി എന്തു ത്യാഗത്തിനും തയ്യാറായിരുന്ന ഇക്ഷ്വാകുരാജവംശത്തിലെ ഓരോ അംഗവുമെന്നത് ആ രാജവംശത്തിന്റെ പ്രഭാവമാണ്. നിനക്കുള്ളതാണ് ഈ ജാജ്വല്യം. പിതാവിന്റെ വാക്കിനനുസരിച്ച് നീയും ഇപ്പോൾ പ്രവർത്തിക്കുകയും ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വേണം. ആ ജോലിയിൽ നിനക്ക് എല്ലാ ശുഭങ്ങളുമുണ്ടാവട്ടെ. നിന്റെ എല്ലാ ഉദ്യമത്തിലും വിജയവും ക്ഷേമവും കൈവരട്ടെ. നിന്നോടുള്ള എനിക്കുള്ള വാത്സല്യവും കരുണാർദ്രതയും കാരണമായിട്ടാണ് ഞാനിപ്രകാരം ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഉത്തരവാദിത്തം നിന്റെ ചുമലിൽ ഞാൻ അർപ്പിക്കുമായിരുന്നില്ല. അച്ഛന്റെ സൽപ്പേര് നിലനിർത്താൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് ഭരണത്തിനാവശ്യമായ പ്രാപ്തിയും സാമർഥ്യവും ഈ ഭാരം ഏറ്റെടുക്കാനുള്ള ധൈര്യവുമുണ്ട്. മടിക്കുകയോ സംശയിക്കുകയോ ചെയ്യരുത്. ഭരണചുമതല ഏറ്റെടുക്കുക. വസിഷ്ഠൻ ഭരതന്റെ പുറത്തുകൈവെച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഗുരുവിന്റെ പ്രേമപൂർവമായ ഉപദേശം ഭരതൻ സ്വീകരിച്ചു. അദ്ദേഹം ആസനസ്ഥനിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് ഗുരുവിന്റെ ചരണങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹം സംസാരിക്കാൻ വിഷമിച്ചു. കാരണം അദ്ദേഹം ആശ്വസിപ്പിക്കാൻ അസാധ്യമായ ദുഃഖം അനുഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു. വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ രസനയിൽ രൂപം കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഗുരോ, അങ്ങയുടെ ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് എന്റെ നേരെയുള്ള സ്നേഹത്തിന്റെയും കരുണാർദ്രതയുടെയും സൂചനയാണോ? അല്ല, വാസ്തവത്തിൽ അങ്ങയ്ക്ക് എന്റെ നേരെ സ്നേഹമില്ല, കരുണാർദ്രതയുമില്ല. കാരണം അങ്ങയ്ക്ക് അവയുണ്ടായിരുന്നെങ്കിൽ അങ്ങ് ഈ ഭാരങ്ങളെല്ലാം എന്നിൽ അർപ്പിക്കുവാൻ സമ്മതിക്കുമായിരുന്നില്ല. യാതൊരു ദയയുമില്ലാതെ അങ്ങ് എന്നെ ഈ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. പരമപുണ്യാത്മാവും പരിശുദ്ധനുമായ രാമനെ കാട്ടിലേക്ക് ഓടിച്ച ഈ സാമ്രാജ്യം, വർഷങ്ങളോളം ജനതയെ മുഴുവൻ അവിഛിന്നമായി കണ്ണുനീരിലാഴ്ത്തിയ ഈ സാമ്രാജ്യം, തന്റെ ഏറ്റവും ന്യായമായ ഭരണാധികാരിയെ നഷ്ടപ്പെട്ട ഈ സാമ്രാജ്യം, ഭരണവംശമായ ഇക്ഷ്വാകു രാജവംശത്തിനൊരിക്കലും നശിക്കാത്ത ദുഷ്കീർത്തി ഉണ്ടാക്കിത്തീർത്ത ഈ സാമ്രാജ്യം, കൗസല്യയ്ക്കും സുമിത്രയ്ക്കും മറ്റുള്ളവർക്കും ദയനീയമായ വൈധവ്യവസ്ഥ വരുത്തിവെച്ച ഈ സാമ്രാജ്യം, പല വഴിയിലും തരണം കഴിഞ്ഞ ഈ സാമ്രാജ്യം അങ്ങിപ്പോൾ എന്നെ ഏൽപ്പിക്കുകയാണ്. കഷ്ടം! ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമാണിത്. ക്രൂരതയുടെയും വിദ്വേഷത്തിന്റെയും മൂർത്തിമദ്ഭാവമായ കൈകേയിയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ദൗർഭാഗ്യമുള്ളവൻ ജനിച്ചതിന്റെ ഫലമാണിത്. ആ ശിക്ഷ എന്നിൽ ഏൽപ്പിച്ച് എന്നെ പീഡിപ്പിക്കുന്നതിനു പകരം രാമനുള്ളിടത്തേക്ക് എന്നെ അയച്ച് അല്പം ആധ്യാത്മിക നന്മകൾക്ക് നടക്കുവാൻ, മൃദുതയുണ്ടാക്കുന്നതിനായി ആ വഴികൾ അടിച്ചു വൃത്തിയാക്കാനുള്ള ജോലിയിലേർപ്പെട്ടുകൊണ്ട് എനിക്കെന്നെ രക്ഷിക്കാൻ കുകയും എന്റെ ജീവിതം വിലയുള്ളതാക്കി തീർക്കുകയും ചെയ്യാം.
എനിക്ക് ഈ സ്ഥലത്ത് ഇനി ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യമല്ല. ഭരതൻ വസിഷ്ഠന്റെ ചരണങ്ങളിൽ നമസ്കരിച്ചു. വനത്തിലേക്ക് പോകാൻ അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ മന്ത്രിമാരെല്ലാം എഴുന്നേറ്റ് കുപ്പുകയോടെ പറഞ്ഞു, പ്രഭോ, ഈ സ്ഥിതി തുടർന്നു പോകുന്നത് ശരിയല്ല. ഇപ്പോൾ നമുക്കൊരു ഭരണാധികാരിയില്ല. കുലഗുരു അങ്ങയിലർപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ അങ്ങേക്ക് സാധ്യമല്ല. രാമൻ മടങ്ങിവന്നാൽ അങ്ങേക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുക. രാജ്യത്തെ രക്ഷിച്ച് ജനക്ഷേമം വർദ്ധിപ്പിക്കുക. ഭരണസാരഥ്യം വഹിക്കുക. അവരുടെ വാക്കുകൾക്കൊന്നും ഭരതൻ മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം കൗസല്യാമാതാവിനെ ചെന്നുകാണാൻ അനുമതിക്ക് അപേക്ഷിച്ചു. വസിഷ്ഠൻ ഉടൻ തന്നെ സമ്മതം നൽകി. ഭരതനും ശത്രുഘ്നനും സദസ്സിൽ നിന്നും ബഹിർഗമിച്ച് നേരെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവർ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭരതൻ പറഞ്ഞു, അമ്മേ, ദുഷ്ടയായ കൈകേയിയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജന്മം കൊണ്ടതിനാൽ ഈ ആപത്തിനെല്ലാം കാരണഭൂതനായ നിർഭാഗ്യവാനായ ഈ ഭരതനോട് ക്ഷമിക്കണമേ. ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈ ശപിക്കപ്പെട്ടവനാണ്. എനിക്ക് കാട്ടിലേക്ക് പോകാൻ അനുമതി തരൂ. ഞാൻ കാരണമായി എന്റെ സ്വാമിയും പ്രഭുവുമായ രാമനാൽ പരിത്യക്തയായ ഈ അയോധ്യയിൽ തലയുയർത്തിക്കൊണ്ട് ഒരു നിമിഷം പോലും നടക്കാനോ നീങ്ങാനോ എനിക്ക് സാധ്യമല്ല. അവകാശിയെന്ന നിലയിൽ ഈ സാമ്രാജ്യം മൂത്തപുത്രനുള്ളതാണ്. ഈ നിസ്സാരന് അതിന്മേൽ യാതൊരവകാശവുമില്ല. എനിക്ക് ഭാരം വേണ്ട, ഞാനത് വഹിക്കുകയുമില്ല. ഉടൻ തന്നെ സ്ഥലം വിടാൻ തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കണം. നിറഞ്ഞ ദുഃഖത്തോടുകൂടി ഭരതൻ കാത്തുനിന്നു. കൗസല്യ ധൈര്യം സമാഹരിച്ച് ഭരതനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, ഭരതാ, പരിതസ്ഥിതികൾ പരിഗണിച്ച് നീ ദുഃഖം ഉപേക്ഷിക്കുക. ഇത് സംശയിച്ചു നിൽക്കാനുള്ള അവസരമല്ല. രാമൻ വനാന്തരത്തിലാണുള്ളത്. നിന്റെ അച്ഛൻ സ്വർഗസ്ഥനാണ്. നിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഗുണകാംക്ഷികളും പ്രജകളും അഗാധ ദുഃഖത്തിൽ ആമഗ്നരായിരിക്കുകയുമാണ്. അവരെല്ലാം അവരുടെ ഏക അഭയകേന്ദ്രവും ആശ്രയസ്ഥാനവുമായി നിന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാലം ശുഭമല്ലാത്തതുകൊണ്ടും അതിന്റെ ഫലമായി ആളുകളുടെ കർമ്മങ്ങൾ നേരായ മാർഗം വെടിഞ്ഞ് അത്യന്തം ഹീനമായതുകൊണ്ടും ഇതെല്ലാം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുക. ധീരനായി തീരുമാനമെടുക്കുക. അച്ഛന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കുലഗുരു വസിഷ്ഠന്റെ ആജ്ഞകൾക്ക് വഴങ്ങുക. ജനങ്ങളുടെ അപേക്ഷ ആദരിക്കുക. നീ ചെയ്യണമെന്ന് മന്ത്രിമാർ പറയുന്നതുപോലെ ചെയ്യുക. രാജാധികാരം ഏറ്റെടുക്കുവാൻ പ്രേരണ നൽകുന്നതിന് ശ്രമിക്കുമ്പോൾ കൗസല്യവാത്സല്യത്തോടുകൂടി ഭരതന്റെ കൈകൾ തന്റെ കൈയിൽ ഒതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. കത്തിയെരിയുന്ന ഹൃദയത്തിന്മേൽ ശീതളമായ ചന്ദനം പുരട്ടിയപോലെ അവരുടെ വാക്കുകൾ അസാധാരണമായൊരു മൃദുതയോടെ അദ്ദേഹത്തെ സ്പർശിച്ചു. ആ വാക്കുകൾ കാതിന് ഇമ്പം കൊടുക്കുന്നവയായിരുന്നു. കേൾക്കാൻ ആകർഷകവുമായിരുന്നു. കാരണം കൗസല്യ ഈ വിപത്തുകൾക്കൊക്കെ കാരണഭൂതയായ അവന്റെ അമ്മയെപ്പറ്റി ഒരു വാക്കുപോലും കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നില്ല. അവന്റെ ഭക്തിയെയും വിശ്വാസ്യതയും സംബന്ധിച്ച് യാതൊരു സംശയവും വെച്ചുപോറ്റിയുമില്ല. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭരതന് അളവറ്റ സന്തോഷവും ആശ്വാസവുമുണ്ടായി. അവരുടെ ഹൃദയം എത്ര വിശാലമാണെന്നും അവർക്ക് തന്നോടുള്ള സ്നേഹം എത്ര ആത്മാർത്ഥമാണെന്നും കണ്ടപ്പോൾ ഭരതൻ അത്യന്തം സന്തുഷ്ടനായി. തന്റെ മകൻ നാടുകടത്തപ്പെട്ട നിലയിൽ 14 വർഷം കാട്ടിലായിരിക്കുമ്പോൾ കൗസല്യ തന്നോടിങ്ങനെ പെരുമാറുമെന്നും തന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയിലുള്ള മകനായ തന്നിൽ ഇത്രയും വാത്സല്യം ചൊരിയുമെന്നും അദ്ദേഹം സ്വപ്നത്തിൽ പോലും ഊഹിച്ചിരുന്നില്ല. തന്റെ മാതാവായ കൈകേയിയും കൗസല്യയും തമ്മിൽ എന്തന്തരം! അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഏതളവുകോൽ വെച്ച് നോക്കിയിട്ടും അദ്ദേഹത്തിന് അത് അളക്കാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ട സ്നേഹത്തിന്റെ പരിപൂർത്തിയും സാഫല്യവും അദ്ദേഹം കൗസല്യയിൽ ദർശിച്ചു. അദ്ദേഹം കൈകൂപ്പി അപേക്ഷിച്ചു, അമ്മേ, കാരുണ്യവും സ്നേഹവും നിറഞ്ഞ അവിടുത്തെ വാക്കുകൾ എന്റെ വ്രണിത ഹൃദയത്തിൽ സുഖശീതളമായ പനീർ തളിച്ചതുപോലെയായി. ഒരുപക്ഷെ അവിടുന്നെന്നെ രാമനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കും. പക്ഷേ കഷ്ടം, ഞാൻ ആ പവിത്ര ഹൃദയനായ രാമനല്ല, ഞാൻ കൈകേയിൽ ജനിച്ച ഭരതനാണ്. അവരിൽ നിന്നും അനന്തരാവകാശമായി കിട്ടിയ ഒരു വക്രപ്രകൃതിയും എനിക്കുണ്ട്. ഞാൻ നാണമില്ലാത്തൊരു നീചനാണ്. ഞാൻ രാമന്റെ ശത്രുവാണ്. അവിടുന്നെന്നെ രാമനാണെന്ന് ധരിച്ചിരിക്കുന്നു. ഇത്രയും ഭയത്തോടും വാത്സല്യത്തോടും കൂടി എന്നോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഹൃദയം എപ്പോഴും രാമനെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് അമ്മ രാമനോട് സംസാരിക്കും പോലെ എല്ലാവരോടും സംസാരിക്കുന്നു. അമ്മേ, ഞാൻ നേരു പറയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ പ്രാർത്ഥനയും ശ്രദ്ധിക്കൂ. അമ്മേ, ധർമ്മത്തിലധിഷ്ഠിതരായവർ മാത്രമാണ് രാജ്യം ഭരിക്കാൻ അർഹർ. വക്രബുദ്ധികളും ഹീനകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരും സംശയദൃഷ്ടികളോടുകൂടി വീക്ഷിക്കപ്പെടേണ്ടവരുമായ അസ്മാദൃശന്മാർ രാജ്യം ഭരിച്ചാൽ ഭൂമി പാതാളത്തിന്റെ രൂപത്തിലായി അധപ്പതിക്കും. സ്വാർത്ഥികൾ, സങ്കുചിതമനസ്കരായ സാഹസികന്മാർ, ദുരാശയുള്ള കഴുകന്മാർ, ആഡംബരപ്രിയരായവർ, അസൂയ നിജരോഗമായിട്ടുള്ളവർ
ഇവരൊന്നും ഭരിക്കാനർഹരല്ല. ഭരണീയരുടെ താൽപ്പര്യങ്ങളെ അവർ അപകടപ്പെടുത്തും. ധാർമ്മിക നിഷ്ഠയുടെ അടിസ്ഥാനത്തന്നെ അവർ നശിപ്പിക്കും. അവരുടെ കയ്യിൽ രാജ്യം നശിക്കുകയും ചെയ്യും. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവരും നീതിനിഷ്ഠന്മാരും മാത്രമേ അന്യരെ ഭരിക്കാൻ കൊള്ളുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരാളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹമാണ് രാമൻ. ഞാൻ മറ്റൊരാളെയും അറിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പോയി രാമന്റെ കാലടികൾ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോടപേക്ഷിക്കാം. ഞാൻ അദ്ദേഹത്തെ അയോധ്യയിലേക്ക് കൊണ്ടുവരും. ഇനിയും നേരം കളയാതെ എനിക്ക് അനുവാദം തരൂ. എന്നെ അനുഗ്രഹിക്കൂ. ഭരതൻ കൗസല്യയുടെ മുമ്പിൽ നമസ്കരിച്ച് മറുപടിക്ക് കാത്തുനിന്നു. ഭരതന്റെ വാക്കുകൾ കൗസല്യയുടെ ഹൃദയത്തെ ഒരു വലിയ അളവോളം ആശ്വാസിപ്പിച്ചു. അവർ പറഞ്ഞു, മകനേ, എന്റെ രാമനുള്ള അതേ വികാരങ്ങൾ നിന്നിൽ ഉയർന്നുവരുന്നതായി ഞാൻ കാണുന്നു. നിന്നെ നോക്കുമ്പോൾ അവനിൽ നിന്നുള്ള വിരഹത്തിന്റെ വേദന അല്പമെങ്കിലും സഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നീയും കൂടി കാട്ടിൽ പോയാൽ ഞങ്ങൾക്കെന്താണ് സംഭവിക്കുക? നിന്റെ യാത്ര അനിവാര്യമാണെന്ന് നീ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നെ എന്നെക്കൂടി കൊണ്ടുപോകൂ. ഈ അയോധ്യയിൽ ഞാനാർക്കുവേണ്ടിയാണ് ദിവസങ്ങൾ കഴിക്കേണ്ടത്? ഭർത്താവ് നഷ്ടപ്പെട്ടുകൊണ്ടും. The text and image link to .png describes a scene from the Ramayana where Bharata confronts Kaikeyi after realizing the gravity of her actions. Here is the transliteration of the Malayalam text provided in the image. പുത്രനിൽ നിന്നും അകന്നുകൊണ്ടും ഈ ഞാൻ നഷ്ടത്തിന്റെ പ്രാണവേദനയുമായി ഇനിയും പൊരുത്തപ്പെട്ടിട്ടില്ല. പോകൂ. ഗുരുവസിഷ്ഠന്റെ അനുമതി നേടൂ. നമുക്ക് കാട്ടിൽ പോകാം. കുറേ സമയമെങ്കിലും സീതയോടും രാമനോടും ലക്ഷ്മണനോടും കൂടി കഴിയാം. പിന്നെ എനിക്കെന്റെ ജീവിതം അവസാനിപ്പിക്കാം. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഭരതന് കുറെ ആശ്വാസവും മനസ്സമാധാനവും ലഭിച്ചു. അനന്തരം ഭരതൻ കൗസല്യയുടെയും സുമിത്രയുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എഴുന്നേറ്റു. ഭരതൻ മുമ്പിൽ നടന്നു. പിന്നാലെ ശത്രുഘ്നനും. അവർക്ക് ദുഃഖത്തിന്റെ ഭാരമുണ്ടായിരുന്നു. മാത്രമല്ല, മന്ധരയിൽ വിശ്വാസമർപ്പിച്ച് ഈ ആപത്തൊക്കെ വരുത്തിവെച്ച കൈകേയിയുടെ നേരെ വെറുപ്പും. ഉള്ളിലുയർന്നുവന്ന ക്രോധമൊതുക്കാൻ അവർ വളരെ പണിപ്പെട്ടു. അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. പ്രവേശനദ്വാരത്തിൽ തന്നെ അവർ മന്ധരയെ കണ്ടു. അവൾ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുവാൻ കാത്തുനിൽക്കുകയായിരുന്നു. ശത്രുഘ്നന് ആ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചിട്ട് കണക്കിന് പ്രഹരിച്ചു. അയ്യോ, അയ്യോ! അവൾ മുറവിളി കൂട്ടി. ഈ ശബ്ദം കൈകേയിയുടെ ചെവിയിലെത്തി. അവർ ഓടിവന്നു. കാര്യമറിഞ്ഞ് ശത്രുഘ്നനെ ശകാരിക്കാൻ തുടങ്ങി. ഭരതൻ അനിയന്ത്രിതമായ കോപത്തോടുകൂടി അവരുടെ നേരെ ഗർജിച്ചു. ലജ്ജാവീനെ കൊടിയ കരിമ്പാബി! ഈ ദുഷ്ടയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും നിന്ദ്യമായ പാപം ചെയ്തു. ഈ സ്ത്രീ നൽകിയ ആപൽക്കരമായ ഉപദേശങ്ങളിലൂടെ ഹൃദയത്തെ രണ്ടായി പിളർക്കാത്തതെന്ത്? ആ ക്ഷുദ്രമായ വരങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് ഉച്ചരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ആ നിന്ദ്യമായ ആഗ്രഹങ്ങൾ ഉച്ചരിച്ചപ്പോൾ ആ നാവു ചാമ്പലായിപ്പോയില്ലേ? ഇനി ഏതു മുഖഭാവത്തോടെ നിങ്ങൾക്ക് ധൈര്യമായി ഈ കൊട്ടാരത്തിൽ താമസിക്കുവാൻ കഴിയും? ഇതിന്റെ പരിസരത്തിൽ നീങ്ങുവാൻ നാണമില്ലേ? കഷ്ടം! ദുഷ്ടയായ ഒരു സ്ത്രീയുടെ വാക്കുകൾ കാരണം അദ്ദേഹം ചക്രവർത്തി എങ്ങനെ വിശ്വാസമർപ്പിച്ചു? കാമാന്ധനായ അദ്ദേഹം ഭാര്യയെ നേടുന്നതിനായി മകനെ മാറ്റക്കച്ചവടമായിരുന്നു. ദുരിതം നിറഞ്ഞതായിരുന്നു. ചക്രവർത്തിയുടെ പരിശുദ്ധമായ ഹൃദയം മലിനമാക്കി ഈ രാജ്യത്തിന്റെ തീവെച്ചു. രാജവംശത്തെയും അതിന്റെ പ്രഭാവത്തെയും നശിപ്പിച്ചു. രഘുവിന്റെ രാജവംശത്തിന് നിങ്ങൾ എന്നെന്നും നിലനിൽക്കുന്ന അപമാനം വരുത്തിവെച്ചു. നിങ്ങളുടെ കുടിലവും വിഷമയവുമായ ഹൃദയമാണ് ഈ നാശമൊക്കെയുണ്ടാക്കിയത്. നിങ്ങളെ എന്റെ അമ്മയെന്നു പറയുന്നത് മഹാപാപമാണ്. അന്യരെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങളുടെ മകൻ ഭാഗ്യം ലഭിക്കുമെന്ന് എങ്ങനെ തീർച്ചപ്പെടുത്തി? നിങ്ങളുടെ സ്വന്തം കുട്ടി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായതുപോലെ അവരുടെ കുട്ടികൾ അവർക്ക് പ്രിയങ്കരരായിരിക്കുകയില്ലേ? അന്യരുടെ കുട്ടികൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുന്ന സ്ത്രീകൾ സ്വന്തം കുട്ടികൾക്ക് തന്നെ ആപത്തു വരുത്തിവെക്കുകയാണ്. ഈ മഹാസത്യം നിങ്ങൾ എങ്ങനെ മറന്നു? അല്ല, ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കണം. അല്ല, ഇതെല്ലാം എന്റെ ദുർവിധി കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ പരിശുദ്ധനും ദൃഢനിശ്ചയമുള്ളവനും ദൂഷിപ്പിക്കാൻ സാധിക്കാത്തവനും എന്റെ ജ്യേഷ്ഠനുമായ രാമനും നന്മയുടെയും ചാരിത്രത്തിന്റെയും മകുടമായ സീതാമാതാവും വനന്തരത്തിൽ അലയണമോ? ഓ, എന്തു ക്രൂരത! എത്ര ഭയാനകം! ഇത്രയും ദുഷ്ടഹൃദയമുള്ള ഒരു പാപിയുമായി സംസാരിക്കേണ്ടി വന്നത് തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കണം. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ജനിക്കുകയെന്ന ഈ അപമാനം, ഈ ശിക്ഷ അർഹിക്കുവാൻ ഞാൻ എത്ര ഭയകരമായ പാപമാണ് ചെയ്തിട്ടുണ്ടായിരിക്കുകയെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. പാപികൾക്ക് പാപികളെ മാത്രമേ പങ്കാളികളും കൂട്ടാളികളുമായി ലഭിക്കുള്ളൂ. ഗുണപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നല്ല മനുഷ്യരുമായി അവരെങ്ങനെ ബന്ധപ്പെടും?
ദിവ്യഹംസം പോലെ കളങ്കലേശമില്ലാത്ത പവിത്രവും പുണ്യവുമായ വംശത്രേ സൂര്യവംശം. എന്നാൽ വാസ്തവം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെപ്പോലെ തന്നെയാണ്. അവർക്ക് അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിനുവേണ്ടി ഭർത്താവിനെ കൊല്ലേണ്ടി വന്നു. നിങ്ങളുടെ സ്വാർത്ഥപരമായ ആഗ്രഹം സാധിപ്പിക്കുവാനായി നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു. രാജവംശത്തിന്റെ സുസ്ഥാപിത നടപടികൾക്കെതിരായി ജ്യേഷ്ഠപുത്രനെ മറികടന്ന് ഇളയ മകൻ സാമ്രാജ്യം ഭരിക്കാമോ? ഈ വിധിൽപിതമായ ആശയം ഇപ്പോൾ കിട്ടിയതല്ല. അത് ആരംഭത്തിലെ ഒരു ബീജമെന്ന പോലെ ലീനമായി അവിടെത്തന്നെയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അതൊരു വൻമരമായി പെട്ടുമായിരുന്നില്ല. ഇത്രയും ദുഷ്ടമായ പ്രകൃതിയുള്ളവളായിരിക്കെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കെന്നെ ഞെക്കിക്കൊല്ലാമായിരുന്നു. അങ്ങനെ എന്നെയും ഈ സാമ്രാജ്യത്തെയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാമായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ കരഞ്ഞിട്ടെന്തു പ്രയോജനം? കഷ്ടം, നിങ്ങളുടെ ബുദ്ധി വെട്ടിയിട്ട് കൊമ്പുകളെ നനയ്ക്കുവാനാണ് നിർദ്ദേശിച്ചത്. നിങ്ങളുടെ കാരണബുദ്ധി കുളത്തിൽ നിന്നും വെള്ളം വറ്റിച്ചതിന്റെ ശേഷം അതിൽ മത്സ്യത്തെ വളർത്തുവാനാണ് പഠിപ്പിച്ചത്. നിന്റെ ക്ഷുദ്രമായ വിഡ്ഢിത്തത്തെപ്പറ്റി ചിരിക്കണോ കരയണോ എന്ന് തീരുമാനിക്കാൻ എനിക്കാകുന്നില്ല. നിങ്ങളോട് സംസാരിച്ച് ഈ നിമിഷങ്ങൾ മലിനമാക്കുന്നതിനു പകരം ഞാൻ രാമന്റെ സന്നിധിയിലേക്ക് പോയി അയോധ്യയിലേക്ക് തിരിച്ചുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വരുമ്പോൾ എനിക്കും കൂടെ മടങ്ങാമല്ലോ. അദ്ദേഹം മടങ്ങാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ലക്ഷ്മണൻ ചെയ്ത പോലെ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്ഥിരമായി താമസിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കഴിയാം. ഞാനിനി നിങ്ങളുടെ മുഖത്ത് നോക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഭരതൻ അനുജനോടുകൂടി തിരിഞ്ഞു നടന്നു. കൈകേയി തന്റെ പ്രവൃത്തിയെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നു. തന്റെ ഗൂഢാലോചനയുടെ ഗതിമാറ്റത്തെപ്പറ്റി അവർ സങ്കടപ്പെട്ടു. ദുഷ്ടമായ പദ്ധതികൾ ആർ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയാലും താൽക്കാലികമായ സുഖമേ നൽകുകയുള്ളൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവ ഒടുവിൽ അധഃപതനത്തിന് വഴിയൊരുക്കുമെന്നത് തീർച്ചയാണ്. അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും കണ്ടില്ല. തന്റെ പശ്ചാത്താപവും ദുഃഖവും പ്രകടിപ്പിക്കുന്നതിന് അവർക്ക് വാക്കുകൾ കിട്ടിയതുമില്ല. അവർ മരവിച്ചു മൂകയായി നിന്നു. കൈകേയിക്ക് മന്ഥരയെ മടുത്തു. അവർക്ക് സത്യം ബോധ്യപ്പെട്ടു. രാമൻ കൈക്കൊണ്ട ശരിയായ നിലപാടിനെപ്പറ്റി അവർ സന്തുഷ്ടയായി. താൻ ചെയ്ത പാപത്തെപ്പറ്റി ഓർത്തപ്പോൾ അവർ ലജ്ജ കൊണ്ട് തലതാഴ്ത്തി.